ലഹരിവേട്ടയ്ക്കിടെ വാഹനാപകടത്തിൽ മരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ചെറുവത്തൂർ മയ്യച്ചയിലേക്ക് സജീഷിന്റെ കുടുംബത്തിന് കരുതലുമായി സഹപ്രവർത്തകർ. സജീഷിന്റെ ഭവന വായ്പാ ബാധ്യത കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘം ഏറ്റെടുത്തു. സംസ്ഥാന പോലീസ് മേധാവി റവാദ ആസാദ് ചന്ദ്രശേഖർ IPS നേരിട്ടെത്തിയാണ് ആധാരം കുടുംബത്തിന് കൈമാറിയത്. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. ലഹരിമരുന്ന് കേസിലെ പ്രതിയെ പിടികൂടുവാനുള്ള ശ്രമത്തിനിടെയാണ് ബേക്കൽ ഡിവൈഎസ്പിയുടെ ഡാൻസ് ഓഫ് സ്ക്വാഡിലെ അംഗമായിരുന്ന സജീഷ് വാഹനാപകടത്തിൽപ്പെട്ട് മരിച്ചത്. സ്വപ്നമായിരുന്ന വീട് നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ അപ്രതീക്ഷിതമായുള്ള അകാല വിയോഗം. ഭാര്യ ഷൈനി, മക്കളായ ദിയ, ദേവജ് എന്നിവർക്കൊപ്പം നീലേശ്വരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു സജീഷ് താമസിച്ചിരുന്നത്. വീട് നിർമ്മിക്കാനായി കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘത്തിൽ നിന്നും വായ്പയെടുത്തിരുന്നു. ഈ വായ്പയാണ് സംഘം ഇപ്പോൾ എഴുതിത്തള്ളിയിരിക്കുന്നത്. കൂടാതെ 10 ലക്ഷം രൂപ വീട് നിർമ്മാണം പൂർത്തിയാക്കാനായി കുടുംബത്തിന് കൈമാറുകയും ചെയ്യും. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ IPS നേരിട്ടെത്തിയാണ് കുടുംബത്തിന് ആധാരം കൈമാറിയത്. പോലീസ് ഉദ്യോഗസ്ഥൻ സജീഷ് നമ്മുടെ എക്സ്പെക്ടൻസിന് വളരെ നല്ല പോലീസ് ഓഫീസറാണ്. ഇവിടെ എസ്പെഷ്യലി നാർക്കോട്ടിക്സിനെതിരായിട്ടുള്ള ഡ്രൈവിലെ വളരെ നല്ല പ്രവർത്തനം അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നഷ്ടമായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനും ഞങ്ങൾക്കും കുടുംബങ്ങൾ നഷ്ടമാണെങ്കിൽ തന്നെ പക്ഷെ കുടുംബമൊപ്പം ഞങ്ങളുണ്ട് ഓരോ കാര്യത്തിന് വേണ്ടി സൂചിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞാനും എൻ്റെ അദ്ദേഹം വന്നിട്ടുണ്ട്. ഫാമിലി സന്ദർശിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ കേരള പോലീസ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു നല്ലൊരു പ്രവർത്തനം നടത്തുന്ന സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിന് വേണ്ടി സജീഷിന് കുടുംബത്തിന്റെ ആവശ്യത്തിൽ സഹായം ചെയ്യാൻ വേണ്ടി കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര GH IPS, കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി BV വിജയ് ഭാരത് റെഡ്ഡി IPS, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.